അപ്പോൾ ഇന്ന് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്ന പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സംഖ്യാ ശ്രേണികളെ പറ്റി പഠിച്ചല്ലേ, നമ്പർ സീക്വൻസിനെ പറ്റി. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയ കുറച്ച് നമ്പർ സീക്വൻസ് ആണ്. ഒന്ന് രണ്ടെണ്ണം എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ നമ്പർ സീക്വൻസിനെ നമ്മൾ എങ്ങനെയാണ് അരിത്തമാറ്റിക് സീക്വൻസ് ആയിട്ട് മാറ്റുന്നതെന്ന് നോക്കാം. ആദ്യത്തെ നമ്പർ സീക്വൻസ് നോക്കിയേ, സംഖ്യാശ്രേണി നോക്കിയേ, 1 2 3 4 5 എക്സെട്ര അല്ലെ. അതായത് ഇവിടെ എല്ലാം എത്ര വീതമായിരുന്നു കൂടുന്നത്? 1 വീതമായിരുന്നു കൂടുന്നത് അല്ലെ. അതായത് ഈ എല്ലാ സംഖ്യകളുടെയും കൂടെ 1 വീതം കൂട്ടുമ്പോൾ നമുക്ക് അടുത്ത നമ്പേഴ്സ് കിട്ടും. ഇവിടോ 2 4 6 8 10, അതായത് ആദ്യത്തെ സംഖ്യ 2 ആണ്, അതിന്റെ കൂട്ടത്തിൽ 2 കൂട്ടും അല്ലെ. അങ്ങനെ എല്ലാ സംഖ്യകളുടെയും കൂടെ 2 കൂട്ടുമ്പോഴാണ് നമുക്ക് അടുത്ത സംഖ്യകൾ കിട്ടുന്നത്. അടുത്ത സംഖ്യാ ശ്രേണി എന്ന് പറയുന്നത് 1 3 5 7 9, അതും എന്താണ്, ഒറ്റ സംഖ്യകളാണ് നമുക്കറിയാം. അതും 2 വീതം കൂട്ടുമ്പോഴാണ് അടുത്ത നമ്പേഴ്സ് കിട്ടുന്നത്. അതായത് 1ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്, 3ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്, 5ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത്, 7ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 9 കിട്ടുന്നത്, ഇനി 9ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് അടുത്ത നമ്പർ കിട്ടുന്നത്, 11 കിട്ടുന്നത്. ഈ നമ്പർ സീക്വൻസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞായിരുന്നു, ഹൗസ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. അതായത് എണ്ണൽ സംഖ്യകളുടെ പകുതികൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം ആദ്യം 1/2 ആണല്ലേ, ഹാഫിന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 1 വരുന്നത്? അതായത് ഹാഫിന്റെ കൂടെ വീണ്ടും ഒരു ഹാഫും കൂടെ കൂട്ടുമ്പോഴാണ് 1 വരുന്നത് അല്ലെ. 1ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 1.5 കിട്ടുന്നത്? 1ന്റെ കൂടെ അര കൂട്ടുമ്പോഴാണ് 1.5 കിട്ടുന്നത് അല്ലെ. 1.5യുടെ കൂടെ വീണ്ടും അര കൂട്ടുമ്പോഴാണ് 2 കിട്ടുന്നത്, 2ന്റെ കൂടെ അര കൂട്ടുമ്പോഴാണ് 2.5 കിട്ടുന്നത്, അങ്ങനെ പോകും അല്ലെ. അടുത്ത നമ്പർ സീക്വൻസ് നോക്കിയേ, 1 4 9 16 25 അങ്ങനെ പോകും അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ പവർ ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ, അതായത് വർഗ്ഗങ്ങളാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് വേറെ രീതിയിലും പറയാം, 1ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 4 ആവുന്നത്? 1ന്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് അല്ലെ. അതുപോലെ തന്നെ 4ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 9 വരുന്നത്? 4ന്റെ കൂടെ 5 കൂട്ടുമ്പോഴാണ് 9 വരുന്നത്. 9ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 16 വരുന്നത്? 9ന്റെ കൂടെ 7 കൂട്ടുമ്പോഴാണ് 16 വരുന്നത്. 16ന്റെ കൂടെ 9 കൂട്ടുമ്പോഴാണ് 25 വരുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ, ഇവിടെ ഓരോ സംഖ്യയുടെയും കൂടെ വ്യത്യസ്ത നമ്പറുകൾ കൂട്ടുമ്പോഴാണ് അടുത്തടുത്ത നമ്പേഴ്സ് വരുന്നത് അല്ലെ, അടുത്തടുത്ത സംഖ്യകൾ വരുന്നത്. അടുത്തത് എല്ലായിടത്തും 360 ആണ് അല്ലെ, 360 ആണ്. ഇവിടെ എന്തെങ്കിലും കൂടുകയോ കുറയോ ചെയ്യുന്നുണ്ടോ? കൂടുകയും ചെയ്യുന്നില്ല, കുറയുകയും ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് മറ്റൊരു രീതി പറയാം, 360ന്റെ കൂടെ 0 കൂട്ടിയപ്പോഴാണ് 360 കിട്ടിയത്. വീണ്ടും എന്താണ്, ഇവിടുത്തെ 360ന്റെ കൂടെ വീണ്ടും 0 കൂട്ടിയപ്പോഴാണ് 360 കിട്ടിയത്. അതായത് പൂജ്യങ്ങൾ ഇങ്ങനെ കൂട്ടി പോകുമ്പോഴാണ് അടുത്തടുത്ത സംഖ്യകൾ കിട്ടുന്നത് അല്ലേ. ഇനി അടുത്ത് നോക്കിയേ, 100 95 90, അതായത് കൂടുവാണോ ചെയ്യുന്നത്? അല്ല, ഇവിടെ എല്ലാം എന്താണ്, കുറയുവാണല്ലേ, അതായത് താഴോട്ടാണ് വരുന്നത് നമ്പേഴ്സ്. 100ൽ നിന്ന് 5 കുറയുമ്പോഴാണ് 95 വരുന്നത് അല്ലേ. അതുപോലെ തന്നെ 95ൽ നിന്ന് 5 കുറയുമ്പോഴാണ് 90 വരുന്നത്. വീണ്ടും എന്താണ്, 5 കുറയുമ്പോഴാണ്, ഒരേ നമ്പേഴ്സ് ആണ് കുറയുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു രീതി പറഞ്ഞാൽ എങ്ങനെ എഴുതാം, 100ന്റെ കൂടെ -5, കണ്ടോ, -5 കൂട്ടുമ്പോഴാണ് 100 കിട്ടുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് നെഗറ്റീവ് നമ്പേഴ്സിൽ 100 +- 5 എന്ന് വെച്ചാൽ എന്താണ്, ഇവിടുത്തെ പോസിറ്റീവും ഈ നെഗറ്റീവൂടെ ചേരുമ്പം എന്തായിട്ട് മാറുമായിരുന്നു? ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നെഗറ്റീവായിട്ട് വരും അല്ലേ. അതായത് 100 - 5 എന്ന് പറഞ്ഞാൽ 95 ആയിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് 100ൽ നിന്നും 5 കുറഞ്ഞിട്ടാണ് 95 വരുന്നത് എന്ന് പറയുന്നതിന് പകരം 100ന്റെ കൂടെ -5 കൂട്ടുന്നതാന്ന് പറഞ്ഞാൽ തെറ്റുവോ? ഇല്ല അല്ലേ, കറക്റ്റ് ആണ്. അപ്പൊ അടുത്ത് നോക്കിയേ, 95ൽ നിന്നും 5 കുറയുമ്പോഴാണ് 90 കിട്ടുന്നത്. അതിന് പകരം നമുക്ക് എന്ത് പറയാം, 95ന്റെ കൂടെ -5 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 90 കിട്ടുന്നത് അല്ലേ. അടുത്തതും എന്താണ്, 90ന്റെ കൂടെ -5 കൂട്ടുമ്പോഴാണ് 85 കിട്ടുന്നത്. 85ന്റെ കൂടെ -5 കൂട്ടുമ്പോഴാണ് 80 കിട്ടുന്നത്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതെല്ലാം നമ്പർ സീക്വൻസ് ആണ് അല്ലെ, സംഖ്യാശ്രേണികളാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണികളെ ശ്രദ്ധിക്കുമ്പം ഇവിടെ ഒരെണ്ണം വ്യത്യാസമായിട്ട് കാണുന്നുണ്ടല്ലേ. അതേതായിരിക്കും? ദാണ്ട് ഇതല്ലേ, ഇത് വ്യത്യാസമാണ് അല്ലെ. എന്തുകൊണ്ടാണ് വ്യത്യാസമാണെന്ന് പറഞ്ഞത്? ബാക്കി എല്ലാ നമ്പേഴ്സും ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെയാണ് വീണ്ടും വീണ്ടും കൂട്ടുന്നത് അല്ലെ. അതായത് ഇപ്പൊ ഇവിടെ 1ൽ തുടങ്ങിയിട്ട് അടുത്തത് 2ലോട്ടായപ്പം എത്രയാണ് കൂട്ടിയത്? 1 കൂട്ടിയത് അല്ലെ, +1 ആണ്. അടുത്ത സംഖ്യ എന്താണ്, രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് മൂന്നാമത്തെ സംഖ്യയിലോട്ട് കൂട്ടിയത് എന്താണ്, +1 ആണ് അല്ലെ. ഇവിടെ എല്ലാം 1 വീതമാണ് കൂട്ടി വരുന്നത്. ഇവിടെ നോക്കിയേ, 2 4 6 8 10, ഇവിടെയും എല്ലായിടത്തും എന്താണ്, 2 വീതമാണ് കൂട്ടി വരുന്നത്. ഇവിടെയും 2 വീതമാണ്.
ഇവിടെ ഹാഫ് വീതം, അതായത് അര വീതമാണ് കൂട്ടിക്കൂട്ടി വരുന്നത്. ഇവിടെ നോക്കിയ 0 കൂട്ടിക്കൂട്ടി വരുന്നത് അല്ലേ. ഇവിടെ -5, അതായത് -5 ഇവിടെ കൂട്ടിക്കൂട്ടി വരുന്നത്. ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ നമ്പറിൽ 3 കൂട്ടി, രണ്ടാമത്തെ നമ്പറിൽ 5 കൂട്ടി, മൂന്നാമത്തെ നമ്പറിന്റെ കൂടെ 7 കൂട്ടി, നാലാമത്തെ നമ്പറിന്റെ കൂടെ 9 കൂട്ടി, അങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഈ ഒരു കേസ് ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ്, ഒരേ സംഖ്യകളാണ് കൂട്ടിക്കൂട്ടി വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്താണെന്ന് പറയാം. ഏതെങ്കിലും ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെയാണ് കൂട്ടിക്കൂട്ടി വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള ശ്രേണിയെയാണ് എന്ത് വിളിക്കുന്നത്, സമാന്തര ശ്രേണി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് സമാന്തര ശ്രേണിയാണോ അല്ലയോ? ഒരേ സംഖ്യയാണോ കൂട്ടുന്നത് നോക്കിയാൽ മതി. ഇവിടെ ഒരേ സംഖ്യയാണോ കൂട്ടുന്നത്? അല്ല. അപ്പൊ ഇതെന്തല്ല, അരിത്തമാറ്റിക് സീക്വൻസ് അല്ല, അതായത് സമാന്തര ശ്രേണി അല്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ സീക്വൻസിലെ നമ്പറിനെ പറ്റിയാണ്, അതായത് ഈ ശ്രേണിയിലെ സംഖ്യകളെ പറ്റി. നമ്മൾ സംഖ്യകൾ അല്ലെങ്കിൽ നമ്പർ എന്നൊക്കെയാണ് അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഇനി തൊട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് എന്താണ്, ടേംസ് എന്നാണ്. ടേംസ് അല്ലെങ്കിൽ പദങ്ങൾ. അപ്പൊ ഇനിയും തൊട്ട് നമ്മൾ സീക്വൻസിലെ അല്ലെങ്കിൽ ശ്രേണിയിലെ സംഖ്യകളെ വിളിക്കുന്ന പേരെന്താണ്, ടേംസ് അല്ലെങ്കിൽ പദങ്ങൾ എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ സംഖ്യയെ വിളിക്കുന്നത് എന്താണ്, ഫസ്റ്റ് ടേം അല്ലെങ്കിൽ എന്താണ്, ഒന്നാം പദം, ആദ്യ പദം എന്നൊക്കെ പറയും. രണ്ടാമത്തെ സംഖ്യയെ സെക്കൻഡ് ടേം അല്ലെങ്കിൽ എന്താണ്, രണ്ടാം പദം അല്ലേ. മൂന്നാമത്തെ സംഖ്യയെ തേർഡ് ടേം അല്ലെങ്കിൽ മൂന്നാം പദം. അപ്പോൾ ഏതൊരു സീക്വൻസിലെയും ഒന്നാമത്തെ ടേമിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാം പദം. അപ്പൊ ഈ സീക്വൻസിലെ നമ്പേഴ്സിനെ പറയുന്ന പേരെന്താണ്, ടേംസ് അല്ലെങ്കിൽ പദങ്ങൾ. ഇവിടെ ഈ ഒരു സീക്വൻസ് കണ്ടല്ലോ, ഈ ഒരു സീക്വൻസിലെ സെക്കൻഡ് ടേം അല്ലെങ്കിൽ രണ്ടാം പദം ഏതാന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും, 1, 2 ഇതാണല്ലേ. 3 എന്ന് പറയുന്ന ഈ നമ്പറാണ് ഈ ഒരു സീക്വൻസിലെ സെക്കൻഡ് ടേം അല്ലെങ്കിൽ രണ്ടാം പദം. ഇനി അടുത്തതായിട്ട് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു, ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദത്തിൽ നിന്നും തൊട്ടടുത്തടുത്ത പദത്തിലോട്ട് എത്താൻ കൂട്ടേണ്ടത് ഒരേ സംഖ്യയാണെന്നല്ലേ. അതായത് ഇപ്പൊ ഫസ്റ്റ് ടേമിൽ നിന്നും സെക്കൻഡ് ടേമിലോട്ട് എത്താൻ 2 കൂട്ടി ഇവിടെ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്നും തേർഡ് ടേമിലോട്ട് എത്താനും എത്ര തന്നെ കൂട്ടണം, 2 തന്നെ കൂട്ടണം അല്ലെ. ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു പദത്തിൽ നിന്നും തൊട്ടടുത്തടുത്തുള്ള പദങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരേ നമ്പർ തന്നെയാണ് കൂട്ടേണ്ടത് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ പറയും. ഈ സീക്വൻസ് തന്നെ നമുക്ക് എടുക്കാം. ഈ സീക്വൻസിൽ ഏതെങ്കിലും ഒരു പദം എടുക്കുക. ഞാൻ ഈ 9 എന്ന് പറയുന്ന, അതായത് 1, 2, 3, 4, 5 ഫിഫ്ത്ത് ടേം എടുത്തു. അഞ്ചാമത്തെ പദം എന്ന് പറയുന്നത് 9 ആണല്ലേ. അതിൽ നിന്നും ഞാൻ നാലാമത്തെ പദം ഒന്ന് കുറയ്ക്കുവാണ്. നാലാമത്തെ പദം ഏതാണ്, 7 ആണല്ലേ. 7 ഒന്ന് കുറച്ചു. എനിക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 9 ൽ 7 പോകെ 2 ആയിരിക്കും. ഇനി നാലാമത്തെ ടേം എന്താണ്, 7 അല്ലയോ. 7ൽ നിന്നും ഞാൻ തേർഡ് ടേം, മൂന്നാമത്തെ ടേം, തൊട്ട് മുന്നിലത്തെ ടേം കേട്ടോ, തേർഡ് ടേം കുറച്ചു. തേർഡ് ടേം എന്ന് പറയുന്നത് 5 ആണ്. 7ൽ നിന്ന് 5 പോകെ എത്രയാണ്, അവിടെയും 2 ആണല്ലേ. അടുത്തത് 5 എന്ന് പറയുന്നത് തേർഡ് ടേം ആണല്ലോ. തേർഡ് ടേമിൽ നിന്ന് ഞാൻ സെക്കൻഡ് ടേം കുറച്ചു. സെക്കൻഡ് ടേം ഇവിടെ 3 ആണ്. 5ൽ നിന്ന് 3 പോകെ എത്രയാണ്, 2 ആണല്ലേ. ഇനി അടുത്ത ലാസ്റ്റ് ആയിട്ട് സെക്കൻഡ് ടേമിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ടേം കുറച്ചു. അവിടെ നമുക്ക് എത്ര കിട്ടി, 2 കിട്ടി. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ അല്ലെങ്കിൽ ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ അടുത്തടുത്തുള്ള 2 നമ്പേഴ്സിന്റെ വ്യത്യാസം, അതായത് ഡിഫറൻസ്, അടുത്തടുത്തുള്ള 2 നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലേ. അതായത് ഒരേ നമ്പർ കൊണ്ട് ആഡ് ചെയ്യുവാണെന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം, അടുത്തടുത്തുള്ള 2 നമ്പേഴ്സിന്റെ ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ ഈ ഡിഫറൻസിനെ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്, അല്ലെങ്കിൽ അതിന്റെ മലയാള വാക്കാണ് പൊതുവ്യത്യാസം. തൊട്ടടുത്തുള്ള 2 ടേംസ് തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് അല്ലെങ്കിൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മളോട് ഇതുപോലെ കുറച്ച് സീക്വൻസ് തന്നിട്ട്, കുറച്ച് ശ്രേണികൾ തന്നിട്ട്, അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, ഒരേ നമ്പർ ആണോ ഇവിടെ ആഡ് ചെയ്യുന്നത് നമ്മൾ നോക്കും അല്ലെ. അതിലും എളുപ്പം എന്ത് ചെയ്താൽ മതി, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇനി പേജ് നമ്പർ 13 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു 6 പാർട്ട് ഉണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യന്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഏതാണ്, ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികളിൽ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. അതായത് ചുവടെ കുറച്ച് നമ്പർ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ സീക്വൻസ് എല്ലാം അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മൾ പറയണം. അതുപോലെ തന്നെ അതിന്റെ കാരണം എഴുതണം, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള കാരണം എഴുതണം. ഇനി അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ പൊതുവ്യത്യാസം എഴുതണം, അതായത് കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിലെ ക്വസ്റ്റ്യൻ ഇതാണ്, നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ.
അങ്ങനെയുള്ള സംഖ്യകളുടെ ശ്രേണി എടുക്കുക, അങ്ങനെയുള്ള സംഖ്യകളുടെ സീക്വൻസ് എടുക്കുക. അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കുക. അപ്പൊ ആദ്യം നമുക്ക് 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ എഴുതണം അല്ലേ. അതെങ്ങനെയാ എഴുതുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലയോ. എങ്ങനെയായിരുന്നു? അതായത് അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നതും 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്നതുമായിട്ടുള്ള സംഖ്യകളുടെ ശ്രേണി എഴുതാൻ പറഞ്ഞായിരുന്നു. അതെങ്ങനെയാ നമ്മൾ എഴുതിയത്? ആദ്യം 3ന്റെ ഗുണിതങ്ങൾ അല്ലേ, അതായത് മൾട്ടിപ്പിൾസ് എഴുതി. അതായത് 3 കൊണ്ട് ഹരിച്ചാൽ 0 വരുന്ന സംഖ്യകൾ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ 1 വീതം ആഡ് ചെയ്തപ്പോൾ 3 കൊണ്ട് ഹരിച്ചാൽ അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ശിഷ്ടം വരുന്ന 1 റിമൈൻഡർ വരുന്ന സംഖ്യകളെ കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ 4ന്റെ ഗുണിതങ്ങൾ എഴുതി അല്ലെ, 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതി. അതായത് ഈ സംഖ്യകളെ എല്ലാം 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എന്തായിരിക്കും കിട്ടുന്നത്? 0 ആയിരിക്കും. അതായത് റിമൈൻഡർ 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇനി അടുത്തത് എന്താണ്? 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 1 കിട്ടുന്നത് വേണം അല്ലേ. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സംഖ്യകളുടെ കൂടെ എല്ലാം 1 കൂട്ടണം. അതായത് ഇവിടെ എല്ലാം നമ്മൾ 1 കൂട്ടി. അപ്പോൾ 1 കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 4 1 5, 8 1 9, 13, 17, 21 അങ്ങനെ പോകും. അതായത് ഈ ശിഷ്ടം 1 നമ്മൾ ആദ്യം എഴുതണം അല്ലേ. അതായത് 1 ആദ്യം എഴുതി. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന റിമൈൻഡർ 1 വരുന്ന സംഖ്യകളുടെ ശ്രേണി, അതായത് നമ്പർ സീക്വൻസ്. അപ്പൊ ഈ സീക്വൻസ് ആണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്തടുത്തുള്ള 2 നമ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം എന്താണ്? ഇത് രണ്ടും എടുക്കാം അല്ലെ. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും എടുക്കാം. അപ്പൊ എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അതായത് 1ാം പദവും 2ാം പദവും എടുത്താൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് 2ാം പദം മൈനസ് 1ാം പദം എന്നാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, 5 മൈനസ് 1. 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണല്ലേ. അടുത്ത നോക്കിയേ, സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടെ എടുക്കാം. അപ്പം എവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അതായത് 3ാം പദം മൈനസ് 2ാം പദം. അപ്പം 3ാം പദം എന്ന് പറയുന്നത് 9 ആണ്. 9 മൈനസ് 2ാം പദം 5. അവിടെ എന്ത് കിട്ടി? അവിടെയും കോമൺ ഡിഫറൻസ് 4 എന്ന് കിട്ടി അല്ലേ. നമുക്ക് ഒരു സെറ്റ് കൂടെ കണ്ടുപിടിക്കാം. അതായത് തേർഡ് ടേമും ഫോർത്ത് ടേമും. തേർഡ് ടേമും ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം. 13 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണല്ലേ. തൊട്ടടുത്തടുത്തുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഈക്വൽ ആയതുകൊണ്ട് ഈ സീക്വൻസ് എന്തായിരിക്കും? അരിത്തമാറ്റിക് സീക്വൻസ് ആയിരിക്കും. അതായത് സമാന്തര ശ്രേണിയായിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് 4 ആയിരിക്കും അല്ലെ. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം 4 ആയിരിക്കും. അപ്പൊ നമുക്ക് നോട്ട്സ് ഇങ്ങനെ എഴുതാം. ഇംഗ്ലീഷ് മീഡിയത്തിന് മലയാളം മീഡിയത്തിന് നോട്ട്സ് ഉണ്ട്. അപ്പൊ ആദ്യം എന്തായിരുന്നു? മൾട്ടിപ്പിൾസ് ഓഫ് 4 അല്ലേ. 4ന്റെ ഗുണിതങ്ങളാണ് എഴുതുന്നത്. അതിനുശേഷം എന്താണ്? സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ അല്ലെ. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണി. അതിനുശേഷം ഈ സീക്വൻസിലെ തൊട്ടടുത്ത നമ്പേഴ്സിന്റെ എല്ലാം ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ എല്ലായിടത്തും 1 തന്നെയാണ് വന്നത് അല്ലെ. അതായത് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് എത്രയാണ്? അവിടുത്തെ 4 ആണ് അല്ലെ. പൊതുവ്യത്യാസം 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിനൊരു പൊതുവ്യത്യാസം ഉള്ളത് കൊണ്ട് ഈ ശ്രേണി എന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ് അല്ലെ. അതായത് there exists a common difference, therefore this sequence is an arithmetic sequence. അപ്പൊ രണ്ടാമത്തെ പാർട്ടാണ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 ശിഷ്ടം വരുന്ന സംഖ്യകൾ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നത്? 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടണം 2 കിട്ടണം അല്ലെ. അങ്ങനെ വരുന്ന സംഖ്യകളുടെ ശ്രേണിയാണ് എഴുതേണ്ടത്. അങ്ങനെ വരുന്ന സംഖ്യകളുടെ ശ്രേണി അരിത്തമാറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ ചെയ്തത് 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണിയാണ് അല്ലെ. അത് സമാന്തര ശ്രേണിയാണ്. അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണ് നമുക്ക് കിട്ടി. ഇനി ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 1 വരണം 2 വരണം. അത് രണ്ടും കൂടെ ചേരുന്ന നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയേ, 4ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ് നമുക്കറിയാലോ. 0, 4, 8, 12 എക്സെട്ര എന്ന് വരും അല്ലെ. അതുപോലെ തന്നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന റിമൈൻഡർ 1 വരുന്നതോ 1, 5. ഇതിന്റെ കൂട്ടത്തിൽ 1 കൂട്ടിയാൽ മതി. ഈ ഓരോ നമ്പേഴ്സിന്റെയും കൂടെ 1 വീതം കൂട്ടിയാൽ മതി. 9, 13 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 2 വരുന്നത്, അതായത് ശിഷ്ടം 2 വരുന്ന നമ്പേഴ്സ് എന്തായിരിക്കും? ഈ നമ്പേഴ്സിന്റെ എല്ലാം കൂടെ 2 കൂട്ടിയാൽ മതി അല്ലെ. ആ നമ്പേഴ്സിനെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 2, 6, 10, 14 എക്സെട്ര. നമുക്ക് വേണ്ടത് ഇത് രണ്ടും കൂടെ ചേരുന്ന സീക്വൻസ് ആണ് അല്ലെ. അതായത് 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടണം, ശിഷ്ടം 2 കിട്ടണം. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുന്ന സീക്വൻസ് ആണ്. ഇത് രണ്ടും കൂടെ ചേരുന്ന ശ്രേണിയാണ് നമുക്ക് വേണ്ടത്. ആ ശ്രേണിയാണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഒരു ഓർഡറിൽ അങ്ങ് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ആദ്യം 1 ഉണ്ടല്ലേ, 1 കഴിഞ്ഞ് പിന്നെ എന്താണ്, ഇവിടെ 2 ഉണ്ട്, 2 കഴിഞ്ഞിട്ട് പിന്നെ 5, ഇവിടെ 6 ഉണ്ട്, 9, 10, 13, 14. അപ്പോൾ ഈ ഒരു സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണോ എന്നാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇതിന്റെ കോമൺ ഡിഫറൻസ് നോക്കണം അല്ലേ, പൊതു വ്യത്യാസം നോക്കണം. ആദ്യം നമുക്ക് ഇത് രണ്ടും എടുക്കാം. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടെ നോക്കാം. അപ്പൊ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് രണ്ടാം പദം മൈനസ് ഒന്നാം പദം എത്ര കിട്ടി? 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത് നോക്കിയേ, ഇത് രണ്ടും കൂടെ എടുക്കാം. അതായത് സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടെ എടുക്കാം. അതായത് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, മൂന്നാം പദം മൈനസ് രണ്ടാം പദം, 5 - 2 എത്ര കിട്ടും? 3 കിട്ടും അല്ലേ. നോക്കിക്കേ, ഇവിടുത്തെ വ്യത്യാസം, അതായത് സെക്കൻഡ് ടൈമും ഫസ്റ്റ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടി? 1 എന്ന് കിട്ടി. തേർഡ് ടൈമും സെക്കൻഡ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് 3 എന്നും കിട്ടി. അതായത് ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്? അല്ല. അപ്പൊ പൊതുവ്യത്യാസമല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അരിത്തമാറ്റിക് സീക്വൻസ് ആകണമായിരുന്നെങ്കിൽ നമ്മൾ ഏത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് എടുത്താലും അവിടെ കിട്ടുന്ന വ്യത്യാസം എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അതായത് കോൺസ്റ്റന്റ് ആയിട്ടൊരു വ്യത്യാസം ഉണ്ടായിരിക്കണം, പൊതു വ്യത്യാസം ഉണ്ടായിരിക്കണം. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു? ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണെന്ന് പറയാമായിരുന്നു. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്ത് പറയാം? ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണി അല്ല എന്ന് പറയാം. അപ്പം നോട്ട്സ് ഞാൻ എഴുതി തരാം. അപ്പോൾ ആദ്യം മൾട്ടിപ്പിൾസ് ഓഫ് 4, അതായത് 4ന്റെ ഗുണിതങ്ങൾ എഴുതാം. അതിനുശേഷം എന്താണ്? 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 1 കിട്ടുന്ന, ശിഷ്ടം 1 കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി എഴുതാം. അതിനുശേഷം 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി എഴുതാം. അത് കഴിഞ്ഞിട്ട് ശിഷ്ടം 1ഉം 2ഉം കൂടെ കിട്ടുന്ന നമ്പേഴ്സിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം, ഒരു ഓർഡറിൽ ഒരുമിച്ച് എഴുതാം. അതിനുശേഷം നമുക്ക് തൊട്ടടുത്തടുത്തുള്ള നമ്പേഴ്സിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒരേപോലെയുള്ള ഡിഫറൻസ് അല്ല കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് പറയാം? ദെയർ ഈസ് നോ കോമൺ ഡിഫറൻസ്. ഇതിനൊരു പൊതുവ്യത്യാസമില്ല. അതുകൊണ്ട് എന്താണ്? ഈ സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് അല്ല, ഈ ശ്രേണി സമാന്തര ശ്രേണി അല്ല എന്ന് പറയാം. അടുത്തത് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് അറിയാമല്ലോ, എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4 എന്ന് തുടങ്ങുന്ന നമ്പേഴ്സ് അല്ലേ, അതായത് സംഖ്യകൾ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ നാച്ചുറൽ നമ്പർ ആയ 1ന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ് അല്ലെ. 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. 2ന്റെ സ്ക്വയറോ? 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണല്ലോ. 2 × 2 4. അപ്പൊ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അടുത്ത 3യുടെ സ്ക്വയർ ആണ്. 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണല്ലേ, 9. അടുത്ത 4ന്റെ സ്ക്വയർ 16. അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ വരുമ്പം 1, 4, 9, 16 എക്സെട്ര എന്ന് വരും. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്നാണ് നോക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തടുത്തുള്ള നമ്പേഴ്സിന്റെ ഡിഫറൻസ് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 4 - 1 നോക്കാം. 4 - 1 നോക്കുമ്പം എത്ര കിട്ടുന്നത്? 3 ആണല്ലേ. അടുത്ത എന്താണ്? 9 - 4 ചെയ്യാം. അതായത് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, മൂന്നാം പദം മൈനസ് രണ്ടാം പദം. 9 - 4 പോകെ എത്രയാണ്? 5 ആണല്ലേ. ഇനി നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ടിടത്തെയും ഡിഫറൻസ് ഒന്നുപോലല്ല കിട്ടിയേക്കുന്നത്. അതായത് ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ല, കോമൺ ആയിട്ടൊരു ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ ശ്രേണി എന്താണ്? സമാന്തര ശ്രേണി അല്ല. അതായത് ഈ സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് അല്ല നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇവിടെയും എന്താണ്? കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെന്ന് എഴുതാം അല്ലേ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് അറിയാമല്ലോ. 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് നമുക്കറിയാം, ഇതിനെല്ലാത്തിനും ഒരു ഡിനോമിനേറ്റർ ഉണ്ടല്ലേ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഛേദമുണ്ടല്ലേ. അതായത് ഈ കൊടുത്തിരിക്കുന്ന എണ്ണൽ സംഖ്യകളെല്ലാം അംശത്തിലാണ് കിടക്കുന്നത്, ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. അപ്പൊ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ നമ്പേഴ്സിനെ, അതായത് ഈ എണ്ണൽ സംഖ്യകളെ നമ്മൾ തിരിച്ചിട്ട് എഴുതും. അപ്പൊ ആദ്യത്തെ എന്താണ്? 1/1 ആണല്ലേ. അതിനെ തിരിച്ചിട്ടാലും അങ്ങനെ തന്നെ ആയിരിക്കും, 1/1 എന്ന് തന്നെ ആയിരിക്കും. അപ്പൊ അതിനെ നമുക്ക് 1 എന്ന് എഴുതാമല്ലോ, എഴുതാം. അടുത്ത 2/1 നമുക്ക് തിരിച്ചിടുമ്പോൾ എന്താവും? 1/2 എന്നാവും അല്ലെ. അതായത് 2 എന്ന് പറയുന്നത് ഇവിടെ ന്യൂമറേറ്ററിലാണ്, അംശത്തിലാണ് കിടക്കുന്നത്. അത് എവിടോട്ട് വരും? ഡിനോമിനേറ്റർ, ഛേദത്തിലോട്ട് വരും. ഈ 1 ഡിനോമിനേറ്ററിൽ, അതായത് ഛേദത്തിലാണ് കിടക്കുന്നത്, അത് എവിടെ വരും? അംശത്തിലും വരും. അപ്പൊ ഇവിടെ 1/2 എന്ന് വരും. അടുത്ത 3/1 എഴുതുമ്പോൾ എങ്ങനെയാണ്? അതിന്റെ റെസിപ്രോക്കൽ വിപരീതം എങ്ങനെയാണ്? 1/3 അല്ലേ. അടുത്തത് 4/1 ആണ്, അത് 1/4 ആവും. അടുത്തത് എന്താണ്? 1/5. ഇങ്ങനെ പോകും. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസ്
എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അരിത്തമാറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണി ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ആദ്യം ഇത് ഫസ്റ്റ് ടേമും ഇത് സെക്കൻഡ് ടേമും ആണെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ ഇതൊരു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് 1 ഉണ്ടെന്നുള്ളൊരു അസംഷനിൽ ക്രോസി മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ 1 × 1 എന്ന് പറയുന്നത് 1 ആണ്. നടുക്ക് എന്താണ്? മൈനസ് ഉണ്ട്. 1 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണല്ലേ. ഡിവൈഡഡ് ബൈ അടുത്ത എന്താണ്? 2 × 1. 2 × 1 എന്ന് പറയുന്നത് 2. അതായത് ഇവിടെ ഒരു പോസിറ്റീവ് നമ്പറും ഇവിടെ ഒരു നെഗറ്റീവ് നമ്പറും കൂടാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. ഇവിടുത്തെ വലുത് ഏതാണ്? 2 ആണല്ലേ. വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ കൊടുക്കുക. വലുതെന്ന് പറയുന്നത് 2 ആണ്. 2ൽ നിന്ന് ചെറുത് 1 ആണല്ലോ. 1 കുറയ്ക്കുമ്പം 1 കിട്ടും അല്ലേ. വെറുതെ 1 മാത്രം എഴുതിക്കൂടാ. അതായത് ഇവിടെ വലുതിൻ്റെ സൈൻ എന്താണെന്ന് നോക്കണം. വലുതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് അതിൻ്റെ സൈന്. അതിൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ. അപ്പം നെഗറ്റീവ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഡിനോമിനേറ്ററിൽ അതായത് ഛേദത്തിൽ 2 കിടപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് -1/2 ആണ്. അപ്പോൾ അടുത്ത് നോക്കിയേ, വീണ്ടും ഫ്രാക്ഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കോമൺ ആണോ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അടുത്തത് 1/2 1/3 ആണ്. സെക്കൻഡ് ടൈം ഇതാണ്, തേർഡ് ടൈം ഇതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം ആണല്ലേ. അപ്പോൾ 1/3 - 1/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ഇത് തമ്മിൽ ക്രോസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് തമ്മിൽ ക്രോസ് ചെയ്യണം. താഴെ എന്താണ്? ഡിനോമിനേറ്ററിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം ഇത് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ 1 × 2 ആണല്ലേ. 1 × 2 എന്ന് പറയുന്നത് 2 ആണ്. നടുക്ക് ഏതാ സൈൻ? മൈനസ്. അടുത്തത് 1 × 3. 1 × 3 3 ആണ്. ഡിവൈഡഡ് ബൈ 3 × 2 എത്രയാണ്? 6. ഇവിടെയും എന്താണ്? ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടാണ് വന്നേക്കുന്നത്. അപ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈന്. വലുത് ഇവിടെ 3 ആണ്. 3ൽ നിന്നും 2 കുറയ്ക്കുമ്പോൾ അവിടെ നമുക്ക് 1 എന്ന് കിട്ടും. വലുതാരാണ്? 3 ആണല്ലേ. 3യുടെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് കൊടുക്കുക. ഡിവൈഡഡ് ബൈ 6. നോക്കിയേ, ഇവിടുത്തെ ഡിഫറൻസ് -1/6. ഇവിടുത്തെ ഡിഫറൻസോ -½ അതായത് -1/2. നമുക്ക് കോമൺ ആയിട്ട് ഡിഫറൻസ് കിട്ടുന്നുണ്ടോ? കോമൺ ഡിഫറൻസ് കിട്ടുന്നുണ്ടോ? പൊതുവ്യത്യാസം ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയല്ല. ഇവിടെ രണ്ടിടത്തും ഒരേ ഡിഫറൻസ് ആയിരുന്നു കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു കോമൺ ഡിഫറൻസ് ഉണ്ടെന്നല്ലേ. അപ്പോൾ ഇവിടെ രണ്ടിടത്തും 2 ഡിഫറൻസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ പൊതുവ്യത്യാസമില്ല, കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, അല്ലെങ്കിൽ ഇതൊരു സമാന്തര ശ്രേണിയല്ല. There is no common difference. Therefore, this sequence is not an arithmetic sequence. ഇതിനൊരു പൊതുവ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് ഈ ശ്രേണി സമാന്തര ശ്രേണിയല്ല. അടുത്തത് അതിന്റെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പവേഴ്സ് ഓഫ് 2. 2ന്റെ കൃതികൾ. 2ന്റെ കൃതികൾ നമുക്ക് എങ്ങനെ എഴുതാം? 2ന്റെ 1ാമത്തെ കൃതിയാണ് 2 അല്ലേ. അതുപോലെ തന്നെ 2ന്റെ സെക്കൻഡ് കൃതിയാണ് 2². അതെത്രയാണ്? 4 അല്ലേ. തേർഡ് കൃതി നമുക്ക് എങ്ങനെ എഴുതാം? തേർഡ് പവർ 2⁻³ എന്ന് പറയുന്നത് 2 × 2 × 2 8 അങ്ങനെ പോകും അല്ലേ. അടുത്ത 2⁴ എന്ന് പറയുന്നത് 2 × 2 × 2 × 2 അതായത് എത്ര കിട്ടും? 16 അങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത് 2, രണ്ടാമത്തെ എത്രയാണ്? 4, 8, 16 എക്സെട്ര. ഇത് എഴുതുന്ന മനസ്സിലായോ? പവേഴ്സ് ഓഫ് 2 എന്ന് വെച്ചാൽ 2ന്റെ കൃതികളാണ് എഴുതുന്നത്. 2ന്റെ കൃതി എന്ന് പറയുന്നത് 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5 അങ്ങനെ പോകും. അപ്പോൾ ഇതിന്റെ വാല്യൂസ് ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. 2⁻1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. 2⁻2 അതായത് 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 2 അത് 4 ആണ്. അടുത്ത 2³ അല്ലെങ്കിൽ 2⁻3 എന്ന് പറയും. അത് 2 × 2 × 2 2നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതെന്ന് പറയുന്നത് 8 ആണ്. അടുത്ത 2⁻4 അതായത് 2നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതിൻ്റെ ആൻസർ 16 എന്നാണ്. അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ 2ന്റെ കൃതികൾ ഏതൊക്കെയാണ്? 2, 4, 8, 16 എക്സെട്ര. അപ്പോൾ ഈ ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറൻസ് നോക്കാം അല്ലേ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, അതായത് 2ാമത്തെ പദം മൈനസ് 1ാമത്തെ പദം എത്രയാണ്? 4 - 2 എന്ന് പറയുന്നത് 2 ആണല്ലേ. ഇനി അടുത്ത 2 നമ്പേഴ്സ് എടുക്കാം. തേർഡ് ടേമും സെക്കൻഡ് ടേമും, അതായത് 3ാമത്തെ പദം മൈനസ് 2ാമത്തെ പദം. അത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8ൽ നിന്ന് 4 പോകെ 4. 2 ഡിഫറൻസ് ഒരുപോലെ കാണോ കിട്ടുന്നത്? അല്ല. അപ്പൊ ഇവിടെയും എന്താണ്? കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് പറയാം. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്, അതായത് ഒറ്റ സംഖ്യകളുടെ പകുതി. ഓഡ് നമ്പേഴ്സ് എന്താണെന്ന് അറിയാമല്ലോ. 1, 3, 5, 7, 9 എക്സെട്ര അല്ലേ. ഒറ്റ സംഖ്യകൾ നമുക്ക് അറിയാവുന്നതാണ്. അതിന്റെ പകുതി എന്ന് പറയുമ്പം
ആദ്യത്തെ ഒറ്റസംഖ്യ എന്താണ്? 1 ആണല്ലേ. 1ന്റെ പകുതി, അത് 1ന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്താണ്? 1ന്റെ പകുതി ഹാഫ്. അടുത്ത ഒറ്റസംഖ്യയാണ് 3. 3യുടെ പകുതി 3/2. അടുത്ത 5 ആണ് 5/2, 7/2 എക്സെട്ര. അപ്പൊ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഡിഫറൻസ് നോക്കാം അല്ലേ. അപ്പൊ അടുത്തടുത്ത നമ്പേഴ്സിന്റെ ഡിഫറൻസ് നോക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും എടുക്കാം. അതായത് 3/2 മൈനസ് 1/2. ഇവിടെ രണ്ടിടത്തും ഡിനോമിനേറ്റർ, അതായത് ഛേദം ഒന്നായതുകൊണ്ട് ഛേദത്തിന് നമുക്ക് കോമൺ ആയിട്ട് എഴുതാം അല്ലേ. ഛേദത്തിന് എഴുതിയിട്ട് അംശങ്ങൾ തമ്മിൽ, അതായത് ന്യൂമറേറ്റർ തമ്മിൽ അങ്ങ് മൈനസ് ചെയ്താൽ മതി. 3 - 1. 3 - 1 എത്രയാണ്? 2 ആണല്ലേ. 3ന്ന് 1 പോകെ 2, 2/2 അതായത് 1 എന്ന് കിട്ടും. അടുത്ത രണ്ട് നമ്പേഴ്സ് എടുക്കാം. 5/2 മൈനസ് 3/2. അവിടെയും എന്താണ്? ഡിനോമിനേറ്റർ തുല്യമായതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അതായത് 5 - 3 ന്യൂമറേറ്ററിനെ മൈനസ് ചെയ്യുമ്പം 5ന്ന് 3 പോകെ 2, 2/2 എന്ന് പറയുന്നത് 1 ആണല്ലേ. അടുത്ത രണ്ട് നമ്പേഴ്സ് എടുക്കുമ്പം 7/2 മൈനസ് 5/2. അവിടെയും എന്താണ്? കോമൺ ഡിനോമിനേറ്റർ ആണ്, കോമൺ ആയിട്ടുള്ള ഛേദമാണ്, അതുകൊണ്ട് അങ്ങനെ ഇടാം. 7 - 5 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2/2 അതായത് 1. അപ്പൊ ഇവിടെ എല്ലായിടത്തും എന്താണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണല്ലേ. അതായത് കോമൺ ഡിഫറൻസ് 1 ആണ്. അതുകൊണ്ട് ഇതെന്താണ്? ഈ സീക്വൻസ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് കോമൺ ഡിഫറൻസ് പ്രത്യേകം എഴുതണം. പൊതുവ്യത്യാസം 1 ആണെന്ന് എഴുതണം. അതിനുശേഷം എന്താണ്? there exists a കോമൺ ഡിഫറൻസ് അല്ലെ. ഇതിനൊരു പൊതുവ്യത്യാസം ഉള്ളത് കൊണ്ട് ദി സീക്വൻസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്, അതായത് ഈ ശ്രേണി സമാന്തര ശ്രേണിയാണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്തിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? അതായത് ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങൾ ഉണ്ടെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഒന്നാമത്തെ പിക്ചറിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ടെന്നല്ലേ. അപ്പൊ ഒന്നാമത്തെ പിക്ചർ നോക്കിയേ. ഒന്നാമത്തെ പിക്ചറിൽ എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്? ഇതാണ് ഒന്നാമത്തെ പിക്ചർ. 1, 2 അല്ലെ. 2 എണ്ണം ഉണ്ട്. 2. രണ്ടാമത്തെ പിക്ചേഴ്സിലോ 1, 2, 3, 4 4 എണ്ണം. മൂന്നാമത്തേതിൽ 1, 2, 3, 4, 5, 6. അടുത്തതിനകത്ത് 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് എന്നാണ്. എത്ര വലിയ സമചതുരങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തെ പിക്ചർ നോക്കിയേ. അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ പിക്ചറിൽ വലിയ സമചതുരം ഉണ്ടോ? വലിയ സ്ക്വയർ ഉണ്ടോ? ഇല്ലല്ലേ. ചെറുതെന്ന് പറയുന്നത് ഇത് ഒരെണ്ണമാണല്ലേ. അങ്ങനെ രണ്ടെണ്ണം കൂടെ ചേരുമ്പോൾ ഇത് സ്ക്വയർ ആവത്തില്ല. ഇതെന്താണ്? റെക്റ്റാങ്കിൾ ആണല്ലേ, ചതുരമാണ് ആവുന്നത്. അപ്പൊ ഒന്നാമത്തേതിനകത്തിൽ സ്ക്വയർ ഇല്ല, വലിയ സ്ക്വയർ ഇല്ല. സ്ക്വയർ ഇല്ലെന്നല്ല, വലിയ സ്ക്വയർ ഇല്ല. രണ്ടാമത്തേതിനകത്തിലോ ഇതൊരു സ്ക്വയർ ആണല്ലേ, വലിയ സ്ക്വയർ ആണല്ലേ. അതായത് ഈ 4 കൂടെ ചേരുമ്പോൾ 4 ചെറിയ സ്ക്വയേഴ്സ് കൂടെ ചേരുമ്പോൾ നമുക്കൊരു വലിയ സ്ക്വയർ കിട്ടും. അപ്പൊ അവിടെ എത്ര എണ്ണം ഉണ്ട്? ഒരു വലിയ സ്ക്വയർ ഉണ്ട്. അടുത്ത പിക്ചറിലോ ഇതാ നോക്കിയേ, ഇതാണ്ടേ ഈ 4 എണ്ണവും കൂടെ എടുത്താൽ ഒരു സ്ക്വയർ കിട്ടും അല്ലെ, ഒരു വലിയ സ്ക്വയർ കിട്ടും. അതുപോലെ തന്നെ ഈ 4 എണ്ണം കൂടെ എടുത്താലോ അവിടെ ഒരു വലിയ സ്ക്വയർ കിട്ടും അല്ലെ. അങ്ങനെ എത്ര എണ്ണം നമുക്ക് കിട്ടി? 2 എണ്ണം കിട്ടി. അപ്പം മൂന്നാമത്തെ പിക്ചറിൽ നമുക്ക് 2 എണ്ണം കിട്ടി. അടുത്ത നാലാമത്തെ പിക്ചറിലോ ഇതാ ഇതൊരു സ്ക്വയർ ആണ്, ഒരെണ്ണം. ഇനി ഇത് അടുത്തൊരെണ്ണമാണ്. ഇനി എന്താ ഈ നടുക്ക് കിടക്കുന്ന പോർഷൻ നോക്കി, അത് അടുത്തൊരെണ്ണമാണ് അല്ലേ. അങ്ങനെ 3 സ്ക്വയേഴ്സ് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് നാലാമത്തെ പിക്ചേഴ്സിൽ 3 വലിയ സ്ക്വയേഴ്സ് കിട്ടുന്നുണ്ട്. അടുത്തതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ ഇഫ് വി കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് പിക്ചേഴ്സ് ആർ ദ സീക്വൻസ് എബോ അരിത്തമെറ്റിക് സീക്വൻസസ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എത്ര സമചതുരങ്ങളുണ്ട്, എല്ലാത്തിലും എത്ര സമചതുരങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് മൂന്നാമതൊരു സീക്വൻസ് കൂടെ കിട്ടുമല്ലോ. അപ്പൊ ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പൊ ആദ്യം നമുക്ക് ഇവിടുത്തെ സമചതുരങ്ങൾ കണ്ടുപിടിക്കാം അല്ലേ. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ പിക്ചറിൽ എത്ര സമചതുരങ്ങളുണ്ടെന്ന് നോക്കാം. ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ, 1, 2. ഇനിയുണ്ടോ? അതായത് ഇവിടെ ഇതങ്ങ് നോക്കിയാൽ മതി. ചെറിയ സമചതുരങ്ങൾ 1, 2 ഉണ്ട് അല്ലേ. വലിയ സമചതുരങ്ങൾ എത്ര ഉണ്ട്? 0 ആണ്. അതായത് വലിയ സമചതുരം നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് 2 + 0 എന്ന് പറയുന്നത് 2. അപ്പൊ ഇവിടെ ഒന്നാമത്തെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അവിടെ സമചതുരങ്ങളുടെ എണ്ണം, അതായത് സ്ക്വയേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ഇനി സെക്കൻഡ് പിക്ചർ ഇതാണല്ലോ, നോക്കാം. അവിടുത്തെ സ്ക്വയേഴ്സ്, അതായത് സമചതുരത്തിന്റെ എണ്ണം 1, 2, 3, 4
4 മാത്രമല്ല, ഇവിടെ ഒരു വലിയ സമചതുരം കൂടെ ഉണ്ട് അല്ലേ. അതായത് ഈ നമ്പേഴ്സ് നമുക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ചെറിയ സമചതുരങ്ങൾ 4 എണ്ണവും വലിയ സമചതുരം അതായത് വലിയ സ്ക്വയർ 1 ആണ്. 4 1 5. അടുത്തത് മൂന്നാമത്തെ പിക്ചറിൽ 6 ചെറിയ സമചതുരങ്ങളുണ്ട്, 6 ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്, 2 വലുതും ഉണ്ട് അല്ലേ. അപ്പോൾ 6ഉം 2ഉം 8. സ്ക്വയേഴ്സ് വലുതോ ചെറുതോ എന്നല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, എത്ര എണ്ണം ഉണ്ട്, വലുതായാലും ചെറുതായാലും എത്ര എണ്ണം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അടുത്തത് നാലാമത്തെ പിക്ചറിൽ 8 ചെറിയ സ്ക്വയേഴ്സും 3 വലിയ സ്ക്വയേഴ്സും. അപ്പോൾ 8 3 11 എണ്ണം. അപ്പോൾ നമുക്ക് 3 സ്വീക്വൻസ് കിട്ടി അല്ലേ. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഇതൊരു അരിത്തമെറ്റിക് സ്വീക്വൻസ് ആയിട്ട് കിട്ടുമോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ സ്വീക്വൻസ് എടുക്കണം, അതൊരു അരിത്തമാറ്റിക് സ്വീക്വൻസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്വീക്വൻസ് എടുക്കുക, അതും അരിത്തമാറ്റിക് സ്വീക്വൻസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം മൂന്നാമത്തെ സ്വീക്വൻസ് എടുത്തിട്ട് അതും ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ ഒന്നാമത്തേത് ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, 4 2 പോകെ 2 ആണല്ലേ. ഇനി അടുത്ത 2 നമ്പേഴ്സ് എടുത്താലോ. 6 മൈനസ് 4, 6 മൈനസ് 4 എത്രയാണ്? 2 ആണ്. അടുത്ത നമ്പേഴ്സ് എടുക്കുമ്പോൾ 8 മൈനസ് 6, 8 മൈനസ് 6 എന്താണ്? 2 ആണ്. അപ്പൊ അടുത്തടുത്തുള്ള ഏത് 2 നമ്പേഴ്സ് എടുത്താലും അതിന്റെ എല്ലാം ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയാം. മനസ്സിലായല്ലോ. അപ്പൊ അടുത്തത് ഇതൊരു പാറ്റേൺ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നോക്കാം. ആദ്യം 1 മൈനസ് 0 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അടുത്ത 2 മൈനസ് 1 അതും 1 ആണ്. അടുത്ത 3 മൈനസ് 2 അതും എന്താണ്? 1 ആണ്. അതായത് കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി അല്ലേ. അപ്പൊ ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സ്വീക്വൻസ്. അപ്പൊ ഇതും എന്താണ്? ഒരു അരിത്തമാറ്റിക് സ്വീക്വൻസ് ആണ്. അപ്പൊ ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് പൊതുവ്യത്യാസം 2 ആയതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇവിടെ പൊതുവ്യത്യാസം 1 ആയതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഈ നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ സ്വീക്വൻസ് ഒരു പാറ്റേൺ ആയിട്ട് തുടർന്ന് പോയാൽ ഇതൊരു അരിത്തമാറ്റിക് സ്വീക്വൻസ് ആണോ നോക്കാം. ഇവിടെ നമുക്ക് ഡിഫറൻസ് നോക്കാം അല്ലേ. 5 മൈനസ് 2 അടുത്തടുത്ത നമ്പേഴ്സ് ആണ്. 5 മൈനസ് 2 3 ആണല്ലേ. അടുത്ത 8 മൈനസ് 5, 8 മൈനസ് 5ഉം 3 ആണ്. അതുപോലെ തന്നെ 11 മൈനസ് 8 എന്ത് തന്നെയാണ്? 3 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 3 ആണെന്ന് കിട്ടി. അതുകൊണ്ട് ഇതെന്താണ്? ഒരു അരിത്തമാറ്റിക് സ്വീക്വൻസ് ആണ്. അപ്പൊ ലാസ്റ്റ് 1 എഴുതിയിട്ടുണ്ട്. പൊതുവ്യത്യാസം ഇവിടെ 3 ആയതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ ബിലോ ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. ഷോ ദാറ്റ് ദ സ്വീക്വൻസ് ഓഫ് ദ ഹൈറ്റ്സ് ഓഫ് പെർപെൻഡിക്കുലർസ് ഓർ കണ്ടിന്യൂയിങ് ദിസ് ഫോം ആൻ അരിത്തമാറ്റിക് സ്വീക്വൻസ്. അതായത് ഇവിടെ ഒരേ അകലം ഇടവിട്ട് ഓരോ പെർപെൻഡിക്കുലർസ് അതായത് ഓരോ ലംബങ്ങൾ വരച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഉള്ളതാണ്ട് ഈ സ്പേസ് കണ്ടോ, ഈ സ്പേസ് എല്ലാം ഒരേ അകലത്തിലുള്ളതാണ്. അപ്പൊ ഈ ലംബങ്ങൾ എന്താണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതിങ്ങനെ തുടർന്ന് പോയാൽ ഈ പെർപെൻഡിക്കുലർ സമാന്തര ശ്രേണിയിലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് അരിത്തമാറ്റിക് സ്വീക്വൻസിലാണ് ഈ ലംബങ്ങൾ മനസ്സിലായാലും ഈ പെർപെൻഡിക്കുലർസ് പോകുന്നതെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഈ അളവുകൾ കണ്ടോ, ഈ അകലങ്ങൾ എന്താണ്? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഹിന്റും തന്നിട്ടുണ്ട്. ഓരോ പെർപെൻഡിക്കുലറിന്റെയും മുകളിൽ നിന്ന്, അതായത് ഓരോ ലംബങ്ങൾ കണ്ടോ, ഓരോ ലംബങ്ങളുടെയും മുകൾ ഭാഗത്ത് നിന്ന് നോക്കി, ഇതിന്റെ മുകൾ ഭാഗം ഇത്, അവിടെ നിന്ന് അടുത്ത ലംബത്തിലോട്ട്, അതായത് ഈ ലംബമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്ത് നിന്നും അടുത്ത ലംബം ഇതാണ് അല്ലെ, അടുത്ത പെർപെൻഡിക്കുലർ ലൈൻ ഇതാണ്, അവിടേക്ക് വീണ്ടും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. അപ്പൊ എങ്ങനെയാ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നത്? ഇതിന്റെ മുകൾ ഭാഗത്തു നിന്ന് നമ്മൾ അടുത്ത ലംബത്തിലോട്ട് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ നേരെ വരയ്ക്കും അല്ലേ. അതായത് ഇവിടെ 90 ഡിഗ്രി വരണം. അപ്പൊ അടുത്ത് നോക്കി, ഇവിടുന്ന് ഇങ്ങനെ നേരെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. അതുപോലെ അടുത്ത ലംബത്തിന്റെ മുകളിൽ നിന്നും അടുത്ത ലംബത്തിലോട്ട് കണ്ടോ ഇങ്ങനെ വരയ്ക്കാം. ഇതൊരു ഹിന്റായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ ഓരോ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയല്ലേ. ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കുന്നത്, ലംബമായിട്ടാണ് വരയ്ക്കുന്നത്. ഇവിടെ 90 ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ കിട്ടിയിരിക്കുന്നതെല്ലാം എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലെ, മട്ട ത്രികോണങ്ങളാണ്. അപ്പൊ നോക്കി, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസുകളെല്ലാം ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സൈഡുകളെല്ലാം എന്തായിരിക്കും? ഒരേ പോണക്ക്, അതായത് ഈക്വൽ ആയിരിക്കും. അതായത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഈ സൈഡുകളെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ഈ ഡിസ്റ്റൻസുകളെല്ലാം ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഡിസ്റ്റൻസുകൾ ഈക്വൽ ആണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻസ് എല്ലാം എങ്ങനെയായിരിക്കും വരച്ചിരിക്കുന്നത്? പാരലലായിട്ടായിരിക്കും വരയ്ക്കുന്നത് അല്ലേ. നമുക്കറിയാം, ഇപ്പൊ ഇങ്ങനൊരു ലൈൻ വരച്ചു, അവിടെ നിന്ന് നമ്മൾ
ഒരേ ഡിസ്റ്റൻസിൽ നോക്കിയേ, രണ്ടിടത്തു നിന്നും ഒരേ ഡിസ്റ്റൻസിൽ മറ്റൊരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഈ രണ്ട് ലൈനിൻ്റെയും പ്രത്യേകത എന്തായിരിക്കും? ഈ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും അല്ലേ? അതിൻ്റെ രണ്ട് ഡിസ്റ്റൻസ്, അതായത് രണ്ടറ്റത്തുമുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈനും എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ലൈൻസ് എല്ലാം എന്തായിരിക്കും? പരസ്പരം പാരലൽ ലൈൻസ് ആയിരിക്കും. മനസ്സിലായോ? കാരണം എന്താണ്? ഈ ഡിസ്റ്റൻസുകൾ, അതായത് അവയ്ക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയതുകൊണ്ട് ഈ ലൈൻസ് എല്ലാം എന്താണ്? പാരലൽ ലൈൻസ് ആയിരിക്കും. മനസ്സിലായല്ലോ? അടുത്തതായിട്ട് ഈ പാരലൽ ലൈൻസിനെ, അതായത് കുറേ പാരലൽ ലൈൻസ് ഉണ്ട്, പല ലെങ്തിലുള്ള കുറേ പാരലൽ ലൈൻസ് ഉണ്ട്, കണ്ടോ? ഇതെല്ലാം പാരലൽ ലൈൻസ് ആണ് അല്ലേ? ഈ പാരലൽ ലൈൻസിനെ എല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ, എങ്ങനെയാണ്? ഈ പാരലൽ ലൈൻസിനെ എല്ലാം കട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ, ഇവിടെ എല്ലാം നമ്മൾ ഇവിടെ ഇതുപോലെ എന്താണ്? ഓരോ ലൈൻസ് ഉണ്ടല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ്ട് ഈ ഭാഗത്ത് മേക്ക് ചെയ്യുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കണ്ടല്ലോ, 4 നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ടല്ലേ? ഈ 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെയും ഓരോ വശവും അതുപോലെ തന്നെ ആ വശത്തിന് രണ്ടറ്റത്തുമായിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആണ് അല്ലേ? അതായത് എല്ലാത്തിന്റെയും ഈ വശങ്ങൾ ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളും ഈക്വൽ ആണ്. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? എല്ലായിടത്തും 90 ഡിഗ്രിയുമാണ്. അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസിന്റെ ഒരു വശവും ആ വശത്തിന്റെ രണ്ടറ്റത്തുമുള്ള ആംഗിൾസും പരസ്പരം ഈക്വൽ ആയതുകൊണ്ട് ഈ എല്ലാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. മനസ്സിലായോ? അതായത് ഒരു വശവും അതിൻ്റെ ഇരുവശത്തുമുള്ള ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പൊ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഈക്വൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് അതിന്റെ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ നോക്കിയേ, ഈ ഒരു സൈഡ് y ആണെങ്കിൽ ഇതാണ്ട് ഈ ഒരു സൈഡും എന്തായിരിക്കും? y ആയിരിക്കും അല്ലേ? അതെന്താണ്? ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണല്ലേ? അപ്പൊ അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഈ സൈഡും എന്തായിരിക്കും? y ആയിരിക്കും. അടുത്തതിൻ്റെയും y ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഇതാണ്ട് ഈ ലെങ്തിനെ, അതായത് ഈ പെർപെൻഡിക്കുലർ ലെങ്തിനെ ഞാൻ x എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഇത്രയും സൈഡും എന്തായിരിക്കും? ഈ സൈഡും എന്ത് തന്നെ ആയിരിക്കും? ഇതേ നീളം തന്നെയല്ലേ ഇവിടെയും വരുന്നത്? അതും x ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇത് y ആയതിന്റെ കാരണം എന്താണ്? നമ്മൾ ഇത് y ആണെന്ന് എടുത്തതാണ് അല്ലേ? y ആണെങ്കിൽ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഈ മട്ടത്രികോണങ്ങളുടെ എല്ലാം ഈ സൈഡുകൾ എത്ര വീതമായിരിക്കും? y വീതമായിരിക്കും. അതുപോലെ തന്നെ ഈ പെർപെൻഡിക്കുലർ, അതായത് ഈ ലംബത്തിനെ നമ്മൾ x എന്ന് എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയും എന്തായിരിക്കും? x തന്നെ ആയിരിക്കും. അതായത് ഈ മൊത്തം നീളത്തിനെ നമുക്ക് എന്ത് പറയും? മൊത്തം പെർപെൻഡിക്കുലറിനെ നമുക്ക് എന്ത് പറയാം? എക്സും വൈയും കൂടെ കൂടി ചേരുമ്പം x+y എന്ന് പറയാം. അടുത്ത് നോക്കിയേ, ദാണ്ട് ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള ഈ പെർപെൻഡിക്കുലറിന്റെ നീളം എത്രയായിരിക്കും? ദാണ്ട് ഈ നീളം തന്നെ ആയിരിക്കുമല്ലോ ഇവിടെയും. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? x+y എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മൊത്തം ഈ പെർപെൻഡിക്കുലറിന്റെ നീളം എത്രയായിരിക്കും? ഇവിടെ നിന്ന് ഇവിടെ വരെ x+y ആണ്, ബാക്കി എന്താണ്? y. അപ്പൊ മൊത്തം നമുക്ക് എങ്ങനെ പറയാം? x+y+y എന്ന് പറയാം അല്ലേ? അതായത് x+2y ഉണ്ട് 2y എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അടുത്തത് ഈ പെർപെൻഡിക്കുലർ ആണ്, അതിന്റെ ഇവിടം തൊട്ട് ഇവിടെ വരെ y ആണ്. ഇനി ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ട് വേണം അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നോക്കിയേ, ഇത്രയും നീളം, അതായത് ഇത്രയും നീളം നമുക്കറിയാം എന്താണ്? ഇത് ഇത്രയും y ആണെന്നറിയാം അല്ലേ? ബാക്കി ഇങ്ങോട്ട് എത്രയാണ്? അതുകൊണ്ട് ഇവിടുത്തെ x+y. അപ്പൊ x+y, ഇവിടെ y വരും, ഇവിടെ y വരും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്താണ്? 3y ഉണ്ടല്ലേ? അപ്പൊ x+3y എന്ന് വരും. അപ്പൊ ഇത് മൊത്തം എത്രയാണ്? x+3y. അടുത്തത് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇവിടെ വരെ y, നോക്കിയതാണ്ട് ഇവിടുന്ന് ഇവിടെ വരെ വീണ്ടും y, ഇതാണ്ട് വീണ്ടും നോക്കി ഇവിടുന്ന് ഇവിടെ വരെ y. ബാക്കി എന്താണ്? ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് y എന്നൊക്കെ എഴുതാമായിരുന്നു, ഞാനത് മൊത്തത്തിൽ അങ്ങ് x+y എന്ന് എടുത്തതാ. അപ്പൊ ഇവിടുന്ന് ഇവിടെ വരെ x+y. അപ്പൊ നോക്കിയേ, x4y ഉണ്ടല്ലേ? അപ്പൊ ഇത് മൊത്തം, അതായത് ഈ മൊത്തം പെർപെൻഡിക്കുലറിന്റെ നീളം എത്രയാണ്? x+4y എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ വൃത്തിയായിട്ട് വരച്ചിട്ടുണ്ട്. നോക്കിയേ, ആദ്യത്തെ ഈ പെർപെൻഡിക്കുലർ ലൈനിന്റെ ലെങ്ത് എത്രയാണ്? x ആണല്ലേ? രണ്ടാമത്തേതോ x+y, മൂന്നാമത്തേത് x+2y, അതായത് x+y+y, y+y എന്ന് പറയുമ്പോൾ 2y, അതായത് x+2y. അടുത്തത് x+y+y+y, അതായത് 3y ഉണ്ടല്ലോ, അതായത് x+3y. അടുത്തത് x+4y ഉണ്ടല്ലേ? x+4y. അതായത് നമുക്ക് മനസ്സിലായി ഓരോ വൈയും കൂടിയാണ് വരുന്നത് അല്ലേ? ആദ്യം x മാത്രമേ ഉള്ളായിരുന്നു, പിന്നീട് ഒരു y വന്നു, അടുത്തടുത്ത് എന്താണ്? വീണ്ടും ഒരു വൈയും കൂടെ വന്നു, പിന്നെ എന്താണ്? വീണ്ടും ഒരു വൈയും കൂടെ വന്നു,
പിന്നെ ഒരു വൈയും കൂടെ വന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് എന്തായിരിക്കും? വൈ ആയിരിക്കും അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ്, അതായത് പോസിറ്റീവും നെഗറ്റീവും കൂടെ കട്ടായി ഇവിടെ എത്ര കിട്ടി? ഡിഫറൻസ് വൈന്ന് കിട്ടി അല്ലേ? ഇനി ഇത് രണ്ടും കൂടെ നോക്കാം. എക്സ് പ്ലസ് 2y മൈനസ് എക്സ് പ്ലസ് വൈ എന്നാണ് അല്ലേ? ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റിൽ ഇടണം. അതായത് എക്സ് പ്ലസ് 2y, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, മൈനസ് എക്സ്, അതായത് മൈനസ് ഇൻറ്റു പ്ലസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ്, ഇനി അടുത്ത മൈനസ് ഇൻറ്റു പ്ലസ് വൈ എന്ന് പറയുന്നത് മൈനസ് വൈ. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്ലസ് എക്സും മൈനസ് എക്സും കൂടെ കട്ടായി 2yയിൽ നിന്നും y മൈനസ് ചെയ്യണം. അതായത് 2yയിൽ നിന്നും ഒരു y മൈനസ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? y ആയിരിക്കും അല്ലേ? അപ്പോൾ അവിടെയും എന്ത് കിട്ടി? ഡിഫറൻസ് നമുക്ക് y എന്ന് കിട്ടി. അതായത് ഇത് കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസിലായിരിക്കും ഈ ലംബങ്ങൾ പോകുന്നത് അല്ലേ? മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ വരച്ചത് എന്തായിരുന്നു? ഈ ഓരോ ലംബത്തിന്റെ മുകളിൽ നിന്നും അടുത്ത ലംബത്തിലേക്ക്, അടുത്ത പെർപെൻഡിക്കുലറിലേക്ക് ഓരോ പെർപെൻഡിക്കുലർ ആണ് വരച്ചേക്കുന്നത് അല്ലേ? അതാണ് ആദ്യം എഴുതിയേക്കുന്നത്. ഓരോ ലംബത്തിന്റെയും മുകളറ്റത്ത് നിന്ന് അടുത്ത ലംബത്തിലേക്ക് ലംബം വരയ്ക്കുക. അത് മനസ്സിലായോ? നമ്മുടെ ഈ റെഡ് ലൈൻ കണ്ടല്ലോ, ഓരോ ലംബത്തിന്റെയും മുകള്, എല്ലാ ലംബത്തിന്റെയും മുകള്, ആ മുകളിൽ നിന്നും അടുത്ത ലംബം ഇതാണല്ലോ, ഇത് ലംബമായിട്ട് എടുക്കുവാണെങ്കിൽ ഇതാണ് അതിന്റെ അടുത്ത ലംബം. അപ്പൊ അടുത്ത ലംബത്തിലേക്ക് വീണ്ടും എന്താണ്? ലംബമാണ് വരയ്ക്കുന്നത് അല്ലെ? വീണ്ടും പെർപെൻഡിക്കുലർ ആണ് വരയ്ക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പൊ നമുക്ക് കിട്ടിയ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? ഈക്വൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. അതായത് നമുക്ക് കിട്ടിയ മട്ടത്രികോണങ്ങൾ സർവ്വസമങ്ങളായ മട്ടത്രികോണങ്ങളാണ്, അല്ലെങ്കിൽ തുല്യ മട്ടത്രികോണങ്ങളാണ്. അടുത്ത എന്താണ്? നമ്മുടെ ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു ഹൈറ്റ് നമുക്കറിയാലോ, വൈന്ന് എടുത്ത പോർഷൻ പടത്തിലൊന്ന് നോക്കണം. ഇതാണ് ഹൈറ്റ്, ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈറ്റിനെ നമ്മൾ വൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത വരിയിൽ നമ്മൾ ഇതാണ്, അതായത് പെർപെൻഡിക്കുലർ ലൈനിന്റെ ആ ലംബത്തിന്റെ ഉയരത്തിനെ അല്ലെങ്കിൽ ലെങ്തിനെ നമ്മൾ എക്സ് ആയിട്ടുമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ലംബത്തിന്റെ നീളം എക്സ് ആണല്ലോ, രണ്ടാമത്തെ ലംബത്തിന്റെ നീളം എന്തായിരിക്കും? എക്സിന്റെ കൂടെ ഒരു വൈയും കൂടെ ഉണ്ടല്ലേ, വൈ, എക്സ് പ്ലസ് വൈ. മൂന്നാമത്തെ ലംബത്തിന്റെ നീളം എക്സ് പ്ലസ് 2y, നാലാമത്തെ ലംബത്തിന്റെ നീളം എക്സ് പ്ലസ് 3y, അങ്ങനെ പോകും അല്ലേ? അപ്പൊ നമുക്ക് സ്വീക്വൻസ് എഴുതാം. സ്വീക്വൻസ് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ആ ലംബത്തിന്റെ പെർപെൻഡിക്കുലറിന്റെ നീളമാണ് സ്വീക്വൻസ് ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് 2y, എക്സ് പ്ലസ് 3y, എക്സ് പ്ലസ് 4y അങ്ങനെ പോകും. അതായത് ശ്രേണി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ അങ്ങനെ പോവേ. ഇനി അടുത്തത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. അതായത് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, അതുപോലെ തന്നെ തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം, അത് ചെയ്യുന്നതാണ്. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൈ കിട്ടും. അതായത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം വൈ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ദെയർഫോർ ദ സ്വീക്വൻസ് ഫോംസ് ആൻ അരിത്തമാറ്റിക് സ്വീക്വൻസ്. അതായത് നമുക്ക് കിട്ടിയ ശ്രേണി എന്താണ്? സമാന്തര ശ്രേണിയാണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഒരു എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത എക്സസൈസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്